ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റഷ്യൻ മെഡോവിക് ഹണി കേക്കാണ്. നല്ല അടിപൊളി കേക്കാണിത്. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റാണ് ഇതിന്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസിയായി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓരോന്നും വീഡിയോയിൽ പറയുന്നുണ്ട്, അത് കറക്റ്റായി ഫോളോ ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ ഒരു സ്പെഷ്യൽ സിറപ്പിലാണ് ഈ കേക്ക് സോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ റഷ്യൻ മെഡോവിക് ഹണി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. അതൊന്ന് ചൂടായിട്ട് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്താൽ മതി. ഇത് പെട്ടെന്ന് മെൽട്ടായിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കണം. നൂറ് ഗ്രാമിൻ്റെ ഹണിയാണ് എടുത്തത്. ഇതൊരു 3/4 ഭാഗത്തോളം ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. റഷ്യൻ ഹണി കേക്കിൻ്റെ പ്രത്യേകത തന്നെ ഈ ഹണീൻ്റെ കാരമലൈസ് ചെയ്ത് വരുന്ന ആ ടേസ്റ്റാണ്. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും ആ ഒരു തേനിൻ്റെയും പഞ്ചസാരയുടെയും ബട്ടറും എല്ലാം കൂടി മിക്സായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്താൽ കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ സിമ്മിലിട്ട് തന്നെ ഇളക്കിയാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും. ഈ സമയത്ത് നല്ലൊരു പ്രത്യേക സ്മെല്ല് വരും. ഇതിപ്പോൾ നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. ഇത് കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫാക്കിയാലും ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അല്പമായി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടുള്ള സമയത്ത് ഒഴിക്കരുത്. കുറേയൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോഴും തീ ഓഫാണ്. ഇനി ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും പാത്രത്തിൻ്റെ ചെറിയ ചൂടുള്ളതിനാൽ കളറ് പിന്നെയും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ കുറച്ചുകൂടെ തണുത്തിട്ടുണ്ട്, എന്നാലും ചെറിയ ചൂടുമുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് അങ്ങ് അരിപ്പയിലിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. ഇത് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. ചപ്പാത്തി മാവ് പോലെ ടൈറ്റായിട്ട് പോകരുത്. ഇതിപ്പോൾ തൊടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ലെവലിലാണ് ഉള്ളത്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് പരത്തിയെടുക്കാനൊക്കെ എളുപ്പമുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടിയിട്ട് ടൈറ്റാക്കി പരത്തേണ്ടി വരും. നമുക്കിത് ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. ബട്ടർ പേപ്പറിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അടച്ചു വെച്ചാലും മതി. ഇതൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. ഇതിൽ ബട്ടർ പേപ്പർ ചേർത്തത് കൊണ്ട് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് മാവ് മൊത്തത്തിലൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ പരത്തിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അധികം പൊടിയിടാതെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ലെയേഴ്സ് ചെയ്തെടുക്കാൻ പറ്റല്. അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. സാധാരണ ഒരു പാത്രമാണ്, അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. മുകളിലായി ഒരു പാത്രം വെച്ച് കൊടുക്കാം. സ്റ്റീലായാലും അലുമിനിയം ആയാലും പ്രശ്നമില്ല. ഇനി ഇത് അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാവ് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് തുറന്നെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി യൂസ് ചെയ്ത് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഏഴ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ബോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായും ബോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കണം. ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ബോൾ വെച്ച് അല്പം മൈദയിട്ട് പരത്തിയെടുക്കാം. സോഫ്റ്റ് ഡോ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ വെച്ച് തന്നെ പരത്തണം, അല്ലെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. അതിനായി ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്തും കട്ട് ചെയ്യാം. കുറച്ച് ഷാർപ്പ് എഡ്ജുള്ള പാത്രം നോക്കി എടുക്കണം. പ്രസ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം എടുത്തു മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ ബബിൾസ് വന്ന് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. പാത്രമൊന്നും വേണ്ട, അടിഭാഗത്തൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതിന് മുകളിലായി വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം മതി, ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാകും. കറക്റ്റ് ഒരു ടൈം പറയാൻ പറ്റില്ല, കാരണം അടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് ടൈമിൽ വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് തൊട്ട് നോക്കാം. അധികം കുഴിഞ്ഞൊന്നും പോകുന്നില്ല. സോഫ്റ്റ് ആയതുകൊണ്ട് ചെറുതായൊക്കെ കുഴിഞ്ഞു പോകും. കറക്റ്റ് 4 മിനിറ്റിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓവനിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. 180 ഡിഗ്രിയിൽ 4 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. ടൈം കൃത്യമായി നോക്കണം. അധികമായാൽ ബിസ്ക്കറ്റ് പോലെ ഉറപ്പായി പോകും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. റെഡിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബട്ടർ പേപ്പറിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. തിരിച്ച് പിടിച്ച് ബട്ടർ പേപ്പർ ഒന്ന് പൊക്കിയെടുത്താൽ മതി. ഒരു സൈഡിൽ നിന്നും പെട്ടെന്ന് പിടിച്ച് വലിക്കരുത്. ഓരോ സൈഡിൽ നിന്നും പതിയെ പൊക്കി മാറ്റാം. ഞാനിതാ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് തന്നെ വെക്കാം, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല.
ഇനി നേരത്തെ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു 7-8 മിനിറ്റ് ചെയ്യണം. ഇത് നമുക്ക് പൊടിച്ച് കേക്കിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. റെഡിയായാൽ തണുക്കാനായി മാറ്റിവെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേക്കിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കേണ്ട, 1 സ്പൂൺ ഒഴിച്ച് ഇളക്കി അടുത്ത ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലിൻ്റെ ടെക്സ്ചറൊക്കെ മാറി എല്ലാം ഒന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ള തുണിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി പ്രസ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. ചൂടുള്ളത് കൊണ്ട് 1 സ്പൂൺ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ കൊണ്ട് ചെറുതായി പൊടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ വാനില എസെൻസും അല്പം വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. വെള്ളം എത്ര വേണമെന്ന് ആദ്യം കൃത്യമായി പറയാൻ പറ്റില്ല. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി അടിച്ചെടുക്കുക. കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം സ്പെഷ്യൽ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തണുക്കണം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ച തേനിൽ നിന്നും 4 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അതിനായി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റർ വെച്ചോ വിസ്ക് വെച്ചോ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡിലുള്ളതൊക്കെ എടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അല്ല എന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ക്രീം ചീസ് മിക്സ് ആവാതെ കിടക്കും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം തിക്കായിട്ടാണ് ക്രീം ഉള്ളത്. ഇനി നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ താഴെ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയർ എടുത്ത് അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർക്ക് കൊണ്ട് കുത്തിയ ഭാഗം അടിഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ പെട്ടെന്ന് തന്നെ സിറപ്പ് അബ്സോർവ് ആകും. ആ ഭാഗം കുറച്ചുകൂടെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് തന്നെ സോക്ക് ചെയ്യാം. ഇനി ഇതിന് മുകളിലായി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ എടുക്കാം. ഇതിന് മുകളിലായി വെച്ച് മേൽഭാഗം സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സ്പെഷ്യൽ സിറപ്പിന്. ശരിക്കും തേൻ പോലിരിക്കും ഇത് ഒഴിക്കുമ്പോൾ തന്നെ അബ്സോർവ് ആകുന്നുണ്ട്. ഇനി ക്രീം ആക്കി കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടുത്ത ലെയറും വെച്ച് സോക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ലെയറും വെച്ച് കൊടുക്കാം. എല്ലാ ലെയറിലും എത്തുന്ന രീതിയിൽ വേണം സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ സിറപ്പിൽ തേൻ കുറച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടരുത്. അപ്പോൾ സാധാ ഷുഗർ സിറപ്പിന്റെ ടേസ്റ്റേ കിട്ടുള്ളൂ. ലാസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സിറപ്പ് മുഴുവനായും ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്യാം. മുകളിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്രീമും മാക്സിമം ഇതിലേക്ക് എല്ലായിടത്തും തേച്ച് കൊടുക്കാം. നൈഫ് യൂസ് ചെയ്ത് കറക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് സമയം പുറത്ത് വെക്കരുത്. ക്രീം കുറച്ച് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ക്രീം ചീസൊക്കെ ഇട്ട് അടിച്ചതല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അഥവാ കുറച്ചധികം ലൂസായി തോന്നിയാൽ ഫ്രീസറിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ ബേക്ക് ചെയ്ത് വെച്ച ചെറിയ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാടങ്ങ് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ മുഴുവനായി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അരിപ്പയിൽ ഈ പൊടിയിട്ട് പതിയെ സ്പ്രെഡ് ചെയ്താൽ മതി. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇടണം. വലിയ അരിപ്പ എടുക്കേണ്ട. അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അവിടെ ഇവിടെ അധികം വീണു പോകും. അപ്പോൾ ചെറിയ അരിപ്പ നോക്കി എടുക്കണം. ഇനി താഴ്ഭാഗത്ത് പൗഡർ ഇട്ട് മുകളിലോട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കണം. ആദ്യം ആ പൗഡർ എല്ലായിടത്തും ഇട്ടിട്ട് എല്ലായിടത്തും നൈഫ് യൂസ് ചെയ്ത് സ്പ്രെഡ് ആക്കാം. ഇത്രയും ഡെക്കറേഷൻ തന്നെ മതിയാകും. ഒരുപാട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടിഭാഗത്ത് ക്രീം വെച്ചൊരു സിമ്പിൾ ഡെക്കറേഷൻ കൊടുക്കാം. ഇന്ന് കട്ട് ചെയ്യുന്നതിലും ടേസ്റ്റും കാണാൻ ഭംഗിയും നാളെ കട്ട് ചെയ്യുമ്പോഴാണ്. കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കേക്ക് എപ്പോഴും ഒരു ഡേ കഴിഞ്ഞ് മുറിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഒരുപാട് ലെയറൊക്കെ ആയിട്ടുള്ള റഷ്യൻ മെഡോവിക് ഹണി കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.